അൽ ഹയാത്തു സഈദ, സന്തോഷകരമായ ജീവിതം. ഖാമ വസീറു ജിയാലത്തി ബി തൗസീഇൽ ജവായിസി വ അൽഖാ ഖുത്ബത്തൻ. സ്പോർട്സ് മന്ത്രി സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ഒരു പ്രസംഗം നടത്തുകയും ചെയ്തു. ഖാമ വസീറു ജിയാലത്തി ബി തൗസീഇൽ ജവായിസ്, സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തൗസീഅ മീൻസ് വിതരണം ചെയ്യൽ, അൽ ജവായിസ് സമ്മാനങ്ങൾ, വ അൽഖാ ഖുത്ബത്തൻ ഒരു പ്രസംഗം നിർവഹിച്ചു. അതായത് നമ്മുടെ വില്ലേജ് ഒളിമ്പിക്സ് ആണ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞത് അല്ലേ. ആ ഒളിമ്പിക്സ് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനം മന്ത്രി നിർവഹിച്ചു. അതിനുശേഷം മന്ത്രി ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അയ്യുഹൽ അയസ, പ്രിയമുള്ളവരെ, അന സഈദും ബിലിഖാഇക്കും ഫി ഹാദൽ മൈദാനി ബി മുനാസബത്തി ഒളിമ്പിയ അൽ ഖറിയ. വില്ലേജ് ഒളിമ്പിക്സിൻ്റെ ഭാഗമായി നിങ്ങളെ ഈ ഗ്രൗണ്ടിൽ കണ്ടുമുട്ടിയതിൽ ഞാൻ സന്തോഷവാനാണ്. അന സായിദുൻ, ഞാൻ സന്തോഷവാനാണ്, ബിലിക്കായിക്കും നിങ്ങളെ കണ്ടുമുട്ടിയതിൽ, ഫി ഹാദൽ മൈതാനി ഈ ഗ്രൗണ്ടിൽ, ബി മുനാസബത്തി ഒളിമ്പിയ അൽ ഖറിയ വില്ലേജ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട്. ഇജ്തമഅത്തും നിങ്ങൾ ഒരുമിച്ച് കൂടി, ഹുന ഇവിടെ, ശുബ്ബാനൻ വ ശുയൂഖൻ യുവാക്കളും പ്രായമുള്ളവരും, ഔലാദൻ വ ബനാത്തൻ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും, നിങ്ങൾ നാട്ടുകാർ മുഴുവൻ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഫഅൻതും ഖുദ്വത്തുൻ ഹസനത്തുൻ ലി ഉമൂമി വിലായത്തിന, നമ്മുടെ സംസ്ഥാനത്തെ പൊതുജനങ്ങൾക്ക് നിങ്ങളൊരു നല്ല മാതൃകയാണ്. ഫഅൻതും ഖുദ്വത്തുൻ ഹസനത്തുൻ, നിങ്ങൾ നല്ലൊരു മാതൃകയാണ്. ലി ഉമൂമി വിലായത്തിന, നമ്മുടെ സ്റ്റേറ്റിൻ്റെ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും, നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ ഒരു മാതൃകയാണ് നിങ്ങൾ. അൻതഹിസു ഹാദിഹിൽ ഫുർസത്ത, ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു, ലി തഖ്ദീരി നജ്മിന അസാത്തി അബ്ദുല്ല, നമ്മുടെ തിളങ്ങുന്ന സ്റ്റാറായ അബ്ദുള്ളയെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. ഫഖദ് ഷാറക്കമാക്കും, അദ്ദേഹം നിങ്ങളോടൊപ്പം പങ്കുചേർന്നു, ഫിൽ മുബാറാത്തി മത്സരത്തിൽ, റഗ്മ അന്നഹു ഫി സാനി വ സമാനീന മിൻ ഉംരിഹി, അദ്ദേഹത്തിൻ്റെ 82-ാം വയസ്സിലായിരുന്നിട്ട് കൂടെ അദ്ദേഹം നിങ്ങളോടൊപ്പം മത്സരങ്ങളിൽ പങ്കെടുത്തു. വഹാസൽ വിസാമദ് ദഹബി, പങ്കെടുത്തു എന്ന് മാത്രമല്ല സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അയ്യുഹൽ ഇഖ്വ, സഹോദരങ്ങളെ, അരിയാലത്തു ലഹ ദൗറുൻ മുഹിമ്മൻ ഫി റിആയത്തി സിഹ, ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ സ്പോർട്സിന് വലിയ പങ്കുണ്ട്. ദൗറുൻ മുഹിമ്മൻ, പ്രധാനപ്പെട്ട പങ്കുണ്ട്. തദക്കറു, നിങ്ങൾ ഓർക്കുക, ബി അന്നൽ വിഖായത്ത ഖൈറു മിനൽ ഇലാജ്, പ്രതിരോധമാണ് ചികിത്സയേക്കാൾ നല്ലത്. വിഖായത്ത് മീൻസ് പ്രതിരോധം, അതായത് രോഗങ്ങൾ വരാതിരിക്കുന്നതാണ്, രോഗങ്ങൾ വരാതെ പ്രതിരോധിക്കുന്നതാണ്, ശ്രദ്ധിക്കുന്നതാണ് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത്. വലാനൻസ, നമ്മൾ മറക്കരുത്, അന്ന സിഹത്ത നിഅമത്തുൻ കബീറത്തുൻ, ആരോഗ്യം വലിയൊരു അനുഗ്രഹമാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. തുസ്ബിഹു ബിഹ അൽ ഹയാത്തു സഈദത്തൻ, അതുകൊണ്ട് ജീവിതം സന്തോഷകരമായി തീരുന്നു. വബിദൂനിഹ തസീറു ഷഖിയത്തൻ, അതില്ല എങ്കിൽ, ആരോഗ്യമില്ല എങ്കിൽ ജീവിതം ഷഖിയത്ത്, ദൗർഭാഗ്യകരം, വളരെ പ്രയാസമുള്ള, ദുരിതപൂർവം ആയിത്തീരും. അതുകൊണ്ട് ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആരോഗ്യമില്ലാതെ എത്ര പണമുണ്ടായിട്ടും കാര്യമില്ല അല്ലേ. ആരോഗ്യമാണ് ഏറ്റവും വലുത്. ലൈസത്തി റിയാലത്തു ലിൽ മുസാബക്കാത്തി ഫഖത്ത്, സ്പോർട്സ് എന്നത് മത്സരങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. വലാക്കിന്നഹ വസീലത്തുൻ ലിൽ ഹിഫാദി അല സിഹത്തിൽ ഫർദി വൽ മുജ്തമഇ, എന്നാൽ അത് സമൂഹത്തിൻ്റെയും വ്യക്തിയുടെയും സിഹത്ത്, ആരോഗ്യം സംരക്ഷിക്കാൻ ഉള്ള ഒരു മാർഗമാണ്. വലാക്കിന്നഹ വസീലത്തുൻ, അതൊരു മാർഗമാണ്, ലിൽ ഹിഫാദി, സംരക്ഷിക്കാൻ, എന്ത് സംരക്ഷിക്കാൻ, അല സിഹത്ത്, ആരോഗ്യം സംരക്ഷിക്കാൻ, അൽ ഫർദി വൽ മുജ്തമഇ, സമൂഹത്തിൻ്റെയും വ്യക്തിയുടെയും ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഒരു മാർഗമാണ് സ്പോർട്സ് എന്നത്. ഫൽ മുമാരിസു ബി റിയാലത്തി, സ്പോർട്സ് പ്രാക്ടീസ് ചെയ്യുന്നവൻ, സഹീഹുൻ ഫി ജിസ്മിഹി, തൻ്റെ ആരോഗ്യത്തിൽ, തൻ്റെ ശരീരത്തിൽ ആരോഗ്യമുള്ളവനായിരിക്കും, മീൻസ് ശാരീരിക ആരോഗ്യമുള്ളവനായിരിക്കും. വനഷീത്തുൻ ഫി അമലിഹി, തൻ്റെ ജോലിയിൽ ഉന്മേഷവാനായിരിക്കും. വസലീമുൻ ഫി അഖ്ലിഹി, മാനസിക സന്തുഷ്ടതയുള്ളവനായിരിക്കും, മനസ്സിനും ആരോഗ്യമുള്ളവനായിരിക്കും. വക്കത് സ്വതക്കൽ കായിലു, പറഞ്ഞവൻ സത്യമാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്?
അൽ അക്കലു സലീമു അതക്കത് സുതക്കൽ കായലു, ഇങ്ങനെ ആ പറഞ്ഞ ആൾ, അതായത് ഒരു പ്രയോഗമാണ് അത് അറബിയിലെ, പണ്ടാരോ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയാറില്ലേ, അതേപോലുള്ളൊരു പ്രയോഗമാണ്. ആ പറഞ്ഞത് സത്യമാണ്. എന്ത് പറഞ്ഞത്? അൽ അക്കലു സലീമു ഫിൽ ജിസ്മി സലീമി, ആരോഗ്യകരമായ മനസ്സ് ആരോഗ്യകരമായ ശരീരത്തിലാണ് എന്ന് പറഞ്ഞത് സത്യമാണ്. ആരോഗ്യകരമായ ശരീരമില്ലെങ്കിൽ ആരോഗ്യകരമായ മനസ്സും ഉണ്ടാവുകയില്ല, അല്ലേ? പണമുണ്ടായിട്ടൊന്നും കാര്യമില്ല, ആരോഗ്യകരമായ ശരീരം വേണം, എന്നാലേ ആരോഗ്യകരമായ ഒരു മനസ്സ്, നല്ല സന്തുഷ്ടമായ പൂർവമായ മനസ്സ് ഉണ്ടാവുകയുള്ളൂ. അഖീറൻ, അവസാനമായി, ഒഹന്നിയക്കും, ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു, ഒഹന്നിക്കും ജമീഅൻ അയ്യുഹൽ മുഷാരിക്കൂൻ, മത്സരങ്ങളിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. വ ഉഖദ്ദിമുലക്കും അഹ്ല തഹാനി, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ, വത്തബരിക്കാത്ത്, അഭിനന്ദനങ്ങൾ, അനുമോദനങ്ങൾ. വല്ലാഹു യഹ്ഫളുക്കും വയറാക്കും, അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കട്ടെ. ഇതാണ് മന്ത്രി നടത്തിയ പ്രസംഗം. ഓക്കെ, ഇനി ഇവിടെ മുഫ്രദും ജം. മൈദാനുൻ ജംഅഹു മയാദീനു, ഗ്രൗണ്ട്. ഖറിയത്തുൻ, ഗ്രാമം. ജമ്മ ഖുറ, ഗ്രാമങ്ങൾ. ഷെയ്ഖുൻ, വൃദ്ധൻ. ജമ്മ ഷുയൂഖുൻ. പിന്നെ ഷാബുൻ, ജമ്മ ഷുബാനുൻ. ഇതിലുള്ള കുറേ വാക്കുകളും അവയുടെ ജമ്മകളുമാണ്. ഒരുപാട് വാക്കുകളുണ്ട്, എല്ലാത്തിൻ്റെയും ജമ്മകൾ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് ഫുർസത്തുൻ, അവസരം. ഫുറസുൻ, അവസരങ്ങൾ. പിന്നെ അതേപോലെ സഈദുൻ, സന്തോഷവാൻ. സുഅദാഉ, സന്തോഷവാന്മാർ. പിന്നെ അങ്ങനെയുള്ള കുറേ ജമ്മുകൾ നമുക്കിതിൽ നിന്നും കണ്ടെത്താൻ കഴിയും. മുസാബഖത്തുൻ, മുസാബഖാത്തുൻ. അഖുൻ, ഇഖ്വത്തുൻ, ഒരുപാട് ജമ്മുകളുണ്ട്. പിന്നെ അൽ വിഖായത്തു നുറാജി അന്നസവനുദ്ദുൽ മുൽസഖാത്തി അൻ അഹമിയത്ത് റിയാദത്തി ഫിസിഹ, ആരോഗ്യത്തിൽ സ്പോർട്സിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചൊരു പോസ്റ്റർ തയ്യാറാക്കാം. അൽ വിഖായത്തു ഖൈറും മിനൽ ഇലാജ്, വിഖായത്ത് അല്ലെങ്കിൽ എന്താ പറയുക, സ്റ്റിക്കർ തയ്യാറാക്കാം, ഇതേപോലുള്ള സ്റ്റിക്കർ. അൽ വിഖായത്തു ഖൈറും മിനൽ ഇലാജ്, വിഖായത്ത് പ്രതിരോധം ചികിത്സയേക്കാൾ നല്ലതാണ്, ആ രൂപത്തിലുള്ള വാചകങ്ങൾ ഉണ്ടാക്കും. വഫിൽ യോമി താലി, പിറ്റേ ദിവസം നുഷിറത്ത് അഖ്ബാർ ഒളിമ്പിയ അൽ ഖറിയ, വില്ലേജ് ഒളിമ്പിക്സിൻ്റെ ന്യൂസ് പബ്ലിഷ് ചെയ്യപ്പെട്ടു. ഫി ജരീദത്തി സൗത്തുൽ ഖറിയ, സൗത്തുൽ ഖറിയ എന്ന പത്രത്തിൽ. ബിസുവരി, ചിത്രത്തോടെയാണ് പബ്ലിഷ് ചെയ്യപ്പെട്ടത്. നമ്മുടെ അബ്ദുള്ള ഓടുന്ന ചിത്രമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇടുക്കിയിലാണ് ഈ പരിപാടി നടന്നത്. ഇൻതഹത്ത് മുബാറയാത്തു ഒളിമ്പിക് മത്സരങ്ങൾ അവസാനിച്ചു. ഒളിമ്പിയ അൽ ഖറിയ, ഗ്രാമീണ ഒളിമ്പിക്, വില്ലേജ് ഒളിമ്പിക്സ് മത്സരം അവസാനിച്ചു. അല്ലത്തി ലഹറത്ത് ഫിഹ അൽ ഹമാസത്ത് വല്ലിയാക്കത്ത്, ശാരീരിക ക്ഷമതയും ധീരതയും പ്രകടമായ വില്ലേജ് ഒളിമ്പിക്സ് അവസാനിച്ചു. ഇഫ്തതഹ വസീർ റിയാദത്തി ഹഫ്ലത്തുൽ ഖിതാം, സ്പോർട്സ് മന്ത്രി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം ചെയ്തു. വഖാമ ബി തൗസീഉൽ ഔസിമത്തി വൽ ജവായിസ്, മെഡലുകളും സമ്മാനങ്ങളും അദ്ദേഹം വിതരണം ചെയ്യുകയും ചെയ്തു. വഖദ്ദമത്ത് തഹാനി അൽ ഖാസത്ത്, അദ്ദേഹം പ്രത്യേകമായി അഭിനന്ദിച്ചു. ലിൽ മുത്തസാബിഖ് അബ്ദുള്ള എന്ന പാർട്ടിസിപ്പൻറ്റിനെ, മത്സരത്തിൽ പങ്കെടുത്ത ആളെ. അല്ലദീ ജാവദ സമാനീന മിൻ ഉംരിഹി, 80 വയസ്സ് തികഞ്ഞ അബ്ദുള്ള എന്ന പാർട്ടിസിപ്പൻറ്റിനെ അദ്ദേഹം പ്രത്യേകം അഭിനന്ദിച്ചു തൻ്റെ പ്രസംഗത്തിൽ. പങ്കെടുത്തു എന്ന് മാത്രമല്ല, വഹാസൽ വിസാമ ദഹബി, പങ്കെടുക്കുകയും സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കുകയും ചെയ്ത 80 വയസ്സ് തികഞ്ഞ അബ്ദുള്ളയെ. വഖദ് സറഹ ഫി ഖുതുബത്തിഹി, അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കി, ബി അന്ന ഹാദൽ ഒളിമ്പിയ ഖുദ്വത്തുൻ ഹസനത്തുൻ ലിവിലായത്തിന, ഈ ഒളിമ്പിക്സ് നമ്മുടെ സ്റ്റേറ്റിന് തന്നെ ഒരു നല്ല മാതൃകയാണ് എന്ന് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കി. റഅസ എന്നാണല്ലേ. റഅസ ഉളുവുൽ മജ്ലിസി തശ്രീഇ അൽ ഹഫ്ലത്ത, MLA, ഉളുവുൽ മജ്ലിസി തശ്രീഇ മീൻസ് MLA യോഗം ഉദ്ഘാടനം ചെയ്തു, യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഏത് യോഗത്തിൽ? ഈ സമാപന സമ്മേളനത്തിൽ MLA അധ്യക്ഷത വഹിച്ചു. റഅസ, അധ്യക്ഷത വഹിച്ചു. വ അൽക റഈസുൽ മജ്ലിസുൽ ഖറവി ഖുതുബത്ത് തഹാനി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോദന പ്രസംഗം, ആശംസാ പ്രസംഗം നടത്തി. ഇതാണ് ന്യൂസ്. ഇനി ഈ ന്യൂസ് വായിച്ചുകൊണ്ട് ആ പരിപാടിയുടെ പ്രോഗ്രാം നോട്ടീസ് നമുക്ക് തയ്യാറാക്കാം. പ്രോഗ്രാം നോട്ടീസ് എന്ന് പറഞ്ഞാൽ പരിപാടി നടക്കുന്നതിന് മുമ്പ് തയ്യാറാക്കുന്ന നോട്ടീസാണ് അല്ലേ. അത് ഒരു ന്യൂസ് വായിച്ചാൽ നമുക്ക് തയ്യാറാക്കാൻ കഴിയും. ന്യൂസിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും.
എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് നോക്കാം. ഹഫ്ലത്തുൽ ഖിതാമി ലി ഒളിമ്പിയ അൽ ഖറിയ, വില്ലേജ് ഒളിമ്പിക്സിൻ്റെ സമാപന സമ്മേളനം. അൽ ബർനാമജ് പ്രോഗ്രാംസ്. അത്തറഹീബ്, സ്വാഗതം അവിടെ പറഞ്ഞിട്ടില്ല, നമുക്കൊരാളെ സ്വാഗതത്തിന് വേണ്ടി ചേർക്കാം. ഉളുവുൽ മജ്ലിസിൽ കറവി എന്ന് ചേർക്കാം. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉളുവ്. റിയാസത്ത്, അധ്യക്ഷനാരായിരുന്നു? ഉളുവുൽ മജ്ലിസ് തെശ്രീഇ അല്ലേ, MLA. അൽ ഇഫ്തിതാഹ്, ഉദ്ഘാടനമാരാണ്? വസീറു റിയാദ, സ്പോർട്സ് മന്ത്രിയാണ്. തൗസിഉൽ ഔസിമത്ത്, മെഡൽ വിതരണമാരാണ്? അതും വസീറുൽ റിയാദ, സ്പോർട്സ് മന്ത്രി. അത്തഹാനി, അനുമോദനം അറിയിച്ചത് അല്ലെങ്കിൽ ആശംസാ പ്രസംഗം നടത്തിയവരാണ്? റയീസുൽ മജ്ലിസിൽ കറവി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഇനി ശുക്റിന് നമുക്ക് ഒരാളെ ചേർക്കാം. അമീനുൽ ലജ്നത്തിൽ ഒളിമ്പിയ എന്ന് ചേർക്കാം. ഒളിമ്പിക് കമ്മിറ്റി സെക്രട്ടറി, സെക്രട്ടറി. ഓക്കെ, ഇങ്ങനെ ഒരു പ്രോഗ്രാം നോട്ടീസ് ഉണ്ടാക്കാം. പിന്നെ കാമ ഹായിസുൽ വിസാമി അദഹബി അബ്ദുള്ള ബിഫ്തിദാഹി മെഹർജാനി റിയാലാത്ത്. സ്വർണ്ണ മെഡൽ ജേതാവായ അബ്ദുള്ള കാമ ബിഫ്തിദാഹി മെഹർജാനി റിയാലാത്ത്, കായിക മേള ഉദ്ഘാടനം ചെയ്തു. കാമ ബിഫ്തിദാഹി, ഉദ്ഘാടനം ചെയ്തു. എന്ത്? മെഹർജാൻ റിയാലാത്ത്, കായികമേള. അതായത് വേറൊരു സ്ഥലത്ത് നടന്ന ഒരു കായികമേള ഇദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഒരാൾ ഒരു നേട്ടം കൈവരിച്ചാൽ അദ്ദേഹത്തെ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? പല പരിപാടികൾക്കും ഉദ്ഘാടനം ചെയ്യാനൊക്കെ വിളിക്കും അല്ലേ? അങ്ങനെ ഇദ്ദേഹത്തെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. അങ്ങനെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അൽക്കാ ഖുതുബത്തൻ, അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. നുഇദ്ദുൽ ഖുതുബത്ത ബി മുസാഅദത്തിൻ നിഖാത്തിലാത്തിയ, താഴെയുള്ള പോയിന്റുകളുടെ സഹായത്തോടെ ആ പ്രസംഗം നമുക്ക് തയ്യാറാക്കാം. പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് വായിച്ചു നോക്കാം. അന മസ്റൂറുൻ, ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷവാനാണ്. റിയാലത്ത്, സ്പോർട്സ്. തുസാഇദു, സഹായിക്കുന്നു. അസ്സിഹത്ത്, ആരോഗ്യം. നിഅമത്ത്, അനുഗ്രഹം. മുഷാറക്കത്ത്, പങ്കുചേരൽ. അനഷാത്ത്, ആക്റ്റീവ്നെസ്, ഉന്മേഷം അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ. യുസബിബ്, കാരണമാകുന്നു. അൽ കസ്ൽ, മടി. അലസത. അഫ്തതിഹു, ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. അത്തമന്ന, ഐ വിഷ്. അഖ്തതിമു, ഞാൻ അവസാനിപ്പിക്കുന്നു. ശുക്രൻ ലിഹുസ്നി ഇസ്തിമാഇക്കും, നിങ്ങളുടെ നല്ല കേൾവിക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു. ഇതൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെ ഒരു ഖുതുബ തയ്യാറാക്കാമെന്ന് നോക്കാം. അയ്യുഹൽ ഹഫ്ലുൽ കരീം, ബഹുമാനപ്പെട്ട സദസ്യരെ. അന മസ്റൂറുൻ ജിദ്ദൻ, ഞാൻ വളരെയധികം സന്തോഷവാനാണ്. അല ഹുസൂലി ഹാദിഹിൽ ഫുർസത്ത് അദ്ദഹബിയ, ഈ ഒരു സുവർണാവസരം ലഭിച്ചതിൽ. അതായത് നിങ്ങളെ അഭിസംബോധന ചെയ്യാനും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനുമുള്ള സുവർണാവസരം ലഭിച്ചതിൽ ഞാൻ സന്തോഷവാനാണ്. അയ്യുഹൽ ഐസ, പ്രിയപ്പെട്ടവരെ. അരിയാലത്തു ലഹ ദൗറുൻ മുഹിമുൻ, അരിയാലത്തു, സ്പോർട്സ്. ലഹ ദൗറുൻ മുഹിമുൻ, അതിന് പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്, പ്രധാനപ്പെട്ട പങ്കുണ്ട്. ദൗറ് മീൻസ് റോൾ, പങ്കുണ്ട്. ഫി റിആയത്തി സിഹത്തി വൽ ആഫിയത്ത്, ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ. റിആയത്ത്, സംരക്ഷിക്കൽ. അസിഹത്ത് വൽ ആഫിയത്ത്, ആരോഗ്യം. വഹിയ തുസാഇദുന, അത് നമ്മളെ സഹായിക്കുന്നു. അല നുമുവിൽ ജിസ്മി, ശാരീരിക വളർച്ചയ്ക്കും. വറാഹത്തിൻ നഫ്സി, മാനസികമായ സമാധാനത്തിനും സഹായിക്കുന്നു സ്പോർട്സ്. വസിഹത്തു നിഅമത്തുൻ അളീമത്തു മിനല്ലാഹി, ആരോഗ്യം എന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള മഹത്തായ ഒരു അനുഗ്രഹമാണ്. അലൈന അൽ മുഷാറക്കത്തു ഫി അൻ നശാത്താത്തി റിയാദിയത്തി, നമ്മൾ നിർബന്ധമായും സ്പോർട്സ് ആക്ടിവിറ്റീസിൽ, കായിക പ്രവർത്തനങ്ങളിൽ പങ്കുചേരണം. ഫി മദ്രസത്തിന്, നമ്മുടെ സ്കൂളുകളിലും, അതേപോലെ വഫി ബൽദത്തിന്, നമ്മുടെ നാട്ടിലുമുള്ള സ്പോർട്സ് പരിപാടികളിലൊക്കെ നമ്മൾ പങ്കെടുക്കണം. വഹിയ തുസബിബു അൻ തുസീൽ അൽ കസ്ല മിൻ ഹയാത്തിന, നമ്മുടെ ജീവിതത്തിൽ നിന്നും മടി ഇല്ലാതാക്കാൻ അത് സഹായിക്കും. വഹിയ തുസബിബു, അത് കാരണമാകും, സ്പോർട്സിൽ പങ്കെടുക്കുന്നത് കാരണമാകും. അൻ തുസീൽ അൽ കസ്ല, മടിയെ ഇല്ലാതാക്കാൻ, മടിയെ നീക്കിക്കളയാൻ. മിൻ ഹയാത്തിന, നമ്മുടെ ജീവിതത്തിൽ നിന്നും. വലൗത്തീലു കലാമി ഹാദ, എൻ്റെ ഈ സംസാരം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അഫ്തതിഹു ഹാദൽ മെഹർജാന, ഈ മേള ഞാൻ അൽ മെഹർജാൻ റിയാദി, ഈ കായികമേള ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ബിക്കുല്ലി ഫറഹിം വസൂറൂരിൻ, എല്ലാവിധ സന്തോഷത്തോടെയും കൂടെ. വാഷ്കുർക്കും ശുക്രൻ ജസീലൻ, നിങ്ങൾക്ക് ഞാൻ വളരെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ലിഹുസ്നിസ്തിമായിക്കും, നിങ്ങളുടെ ഈ എന്നെ ശ്രവിച്ചതിൽ, എന്നെ കേട്ടതിൽ നിങ്ങൾക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു. വലിദഅവതിക്കും ഇലാ ഹാദിഹിൽ ഹഫ്ലത്തിൽ കബീറത്തി, ഈ ഒരു വലിയ യോഗത്തിന് എന്നെ വിളിച്ചതിനും ഞാൻ നിങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. വല്ലാഹു യഹ്ഫളുക്കും വയറാക്കും, അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം.
ഒക്കെ ഈ പ്രസംഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് പ്രസംഗം തുടങ്ങുമ്പോൾ എന്തൊക്കെ പറയാം? അയ്യുഹൽ അയ്സാ, പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അല്ലെങ്കിൽ അയ്യുഹൽ ഹഫ്ലുൽ കരീം, ബഹുമാനപ്പെട്ട സദസ്യരെ എന്ന് പറയാം. അയ്യുഹൽ ഇഖ്വത്തുൽ വൽ അഖവാത്ത്, സഹോദരി സഹോദരന്മാരെ എന്ന് പറയാം. അയ്യുഹൽ മുവാത്തിനൂന, നാട്ടുകാരെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അയ്യുഹൽ മുഅ്മിനൂൻ, വിശ്വാസികളെ. ഓരോ സന്ദർഭം അനുസരിച്ച് കൊണ്ട് ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തുടക്കത്തിൽ എന്ത് പറയാം? ഈ അയ്യുഹൽ ഐസ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ എന്ത് പറയാം? അന സയ്യിദ് ബിലിക്കായ്ക്കും, പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ കണ്ടുമുട്ടിയതിൽ സന്തോഷവാനാണ്. അന സയ്യിദ് ബിലിക്കായ്ക്കും. അതേപോലെ അന മസ്റൂറുൻ ജിദ്ദൻ, ഞാൻ വളരെയധികം സന്തോഷവാനാണ്. യുസിറുനി ജിദ്ദൻ, എന്നെ സന്തോഷിപ്പിക്കുന്നു, നിങ്ങൾ എന്നെ വിളിച്ചത് എന്നെ സന്തോഷിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇനി അവസാനത്തിലാണെങ്കിലോ അഖ്തത്തിമു കലാമി ഹാദ, ഞാൻ എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കുന്നു. അല്ലെങ്കിൽ വല്ല അത് പറഞ്ഞുകൊണ്ട് വല്ലാഹു യഹ്ഫളുക്കും, അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കട്ടെ, വയറാക്കും, നിങ്ങളെ സംരക്ഷിക്കട്ടെ എന്ന് പറയാം. ശുക്രൻ ലിഹുസ്നി ഇസ്തിമായിക്കും, നിങ്ങളുടെ നല്ല കേൾവിക്ക് നന്ദി എന്ന് പറയാം. അങ്ങനെ ഇതൊക്കെ കൂടി ചേർത്തുകൊണ്ടും പറയാം. ഇനി ചില പ്രസംഗങ്ങളുടെ പേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കലിമത്തു തർഹീബ് എന്നാൽ സ്വാഗത പ്രസംഗം. പിന്നെ ഖുതുബത്തുൻ ഇഫ്തിതാഹിയ, ഉദ്ഘാടന പ്രസംഗം. അൽ ഖുതുബത്തു റഈസിയ, അധ്യക്ഷ പ്രസംഗം. കലിമാത്തു തഹാനി, ആശംസാ പ്രസംഗം. കലിമത്തു ശുക്ർ, നന്ദി പ്രസംഗം. ഇങ്ങനെയുള്ള പല പ്രസംഗങ്ങളുണ്ട്. ഓക്കെ, ഇതോടെ ഈ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം അവസാനിച്ചു.